ഞാൻ ഈ മെക്സവണിനെ കാണാതെ തന്നെ ഇതിനെ സംരക്ഷിച്ച് വർത്തമാനം പറയേണ്ടി വന്ന ഒരാളാണ്. മെക്സവൺ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെതിരെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഉള്ള മാവിലാണ് കല്ലെറിയുന്നതെന്ന് പറഞ്ഞതുപോലെ ഇതിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതിലെന്തോ കാര്യമായ സംഗതി ഉണ്ടെന്ന്. പിന്നീടാണ് ഞാനിത് മനസ്സിലാക്കിയത്. എങ്കിലും വിധിയുടെ ഒരു നിയോഗമെന്നോണം ഇനി കടലുകൾ താണ്ടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്താണ് ആദ്യമായി ഞാൻ ഈ മെക്സവൺ അനുഭവിക്കുന്നത്. അത് വളരെ ഉജ്ജ്വലമായ, വളരെ സന്തോഷകരമായൊരു അനുഭവമായിരുന്നു. ഇതിലൊരു രസകരമായ കാര്യം ഈ നമ്മുടെ നാട്ടിൽ പറയപ്പെടുന്നൊരു സംഗതിയുണ്ട്. അതായത് ഇന്ന് കേരളത്തിൽ വേണ്ടത് ഇന്ത്യൻ ക്ലോസറ്റ് വിപ്ലവമാണെന്ന് ഞാൻ പറയും. അതായത് ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളോ പുരുഷന്മാർക്കോ ആർക്കും ഇന്ന് ഇന്ത്യൻ ക്ലോസറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വളരെ പ്രശസ്തനായ ഒരാൾ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഓടിച്ചെന്ന് ഈ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഇന്ത്യൻ ക്ലോസറ്റിലിരുന്നു. പിന്നെ പുള്ളിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ വയ്യ. അപ്പോൾ പുള്ളി അവിടെ ഇരുന്നൊരു നെയ്യത്തി ചെയ്തത്രേ, പടച്ചോനെ എന്നെ ഇതിനകത്ത് നിന്ന് എഴുന്നേൽപ്പിച്ചാൽ ഞാനൊരു ഉംറയ്ക്ക് പോയേക്കാം. അങ്ങനെ പറയുന്ന ഒരു കഥ മലബാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആൾ പ്രശസ്തനുമാണ്, നടന്ന സംഭവമാണെന്നാണ് പറയപ്പെടുന്നത്. പറഞ്ഞതും അതുപോലുള്ള ആളുകളാണ്. പക്ഷേ അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഒരു പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇതൊരു സംഗതിയായി മാറിയിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നത് ശരീരത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാനിതിൽ അനുഭവിച്ചത്, ഈ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച, നമ്മുടെ അവയവങ്ങളുടെ വളർച്ചയൊക്കെ ഒരു നിശ്ചിതമായ സൈസ് വരെ പോവുള്ളൂ. സൃഷ്ടിച്ചിരിക്കുന്ന ആൾ അങ്ങനെ ക്രമീകരിച്ചിരിക്കുകയാണ്, കൈയും കാലും ഒക്കെ. ഉള്ളിലൊരു ഞാനുണ്ട്. ഈ ഞാനിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഞാനിങ്ങനെ സമ്മർദ്ദപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനേക്കാൾ ഉപരി നമ്മുടെ ഉള്ളിലുള്ള ഒരു ഞാൻ. അത് പ്രത്യേകിച്ച് ഈ പ്രവാസി ലോകത്ത് വരുമ്പോൾ 2 തരം സമ്മർദ്ദക്കാരുണ്ട്. ഒന്ന്, സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളും ഇല്ലാത്ത പ്രയാസം കൊണ്ട് സമ്മർദ്ദപ്പെടുന്നവരുണ്ട്. മറ്റു കുറേ പേര് ഈ പല ഭാഗത്തും പല രാജ്യങ്ങളുമായി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വിഷമിക്കുന്നവരുണ്ട്. അവിടെ കിടക്കുന്ന വീടെന്തോ ആയി, മറ്റേ സ്ഥലം എന്തോ ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ശരീരത്തിനുള്ളിലെ ഒരു ഞാനാണ്. അപ്പം ഈ ഞാനിലുണ്ടാകുന്ന സമ്മർദ്ദം, ഈ ഞാൻ അനുഭവിക്കുന്ന സമ്മർദ്ദം, ഇത് മുഴുവൻ ശരീരത്തെ ബാധിക്കുകയും അത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രവാസികളെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും വായിച്ചു, ഫ്ലൈറ്റിൽ താഴെ ഇറങ്ങുന്ന നിമിഷങ്ങൾക്കകം ഒരു 32 വയസ്സുകാരനോ 35 വയസ്സുകാരനോ മരിക്കുകയാണ്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സമ്മർദ്ദം, പലതരത്തിലുള്ള സംഗതികൾ, ഇതെല്ലാം കൂടി അനുഭവിച്ച് ഒരു മതിൽക്കെട്ടിനുള്ളിൽ, പ്രത്യേകിച്ച് നമ്മൾ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുന്ന കാലത്ത് ഇത്രയും ആളുകൾ ഒരുമിച്ച് രാവിലെ വന്ന് നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ, ചിരിക്കുന്നവരെ പോലും കണ്ടുകൂടാത്തൊരു മനസ്സുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെങ്കിലും ചിരിച്ചു പോയാൽ അത് വലിയൊരു അപരാധമായി കാണുന്നതിനിടയിൽ നിങ്ങളിതൊരു സ്ട്രക്ചേർഡായിട്ട് തന്നെ നിഷ്കളങ്കമായി ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു മനസ്സുണ്ടാകുന്നത് തന്നെ വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതായാലും ഈ അനുഭവം എൻ്റെ ജീവിതത്തിലെ വളരെ സവിശേഷമായ ഒരു അനുഭവമായി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. തുടരുക സന്തോഷത്തോടെ, വളരെ ഇഷ്ടത്തോടെ, സ്നേഹത്തോടെ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ലവ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ സന്തോഷവാനായി ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നമ്മുടെ മാത്രം. ഈ നമ്മളെ ടാർഗറ്റ് ചെയ്യാനും മാർക്കിടാനും കുറ്റപ്പെടുത്താനും നമ്മളെ സ്വയം ഇകഴ്ത്താനും നമ്മൾ മെനക്കെടേണ്ടതില്ല. അതിന് നമ്മുടെ കുറച്ച് ബന്ധുക്കൾ, അയൽക്കാർ, നമ്മുടെ നാട്ടുകാർ അവർ ചെയ്തോളും. നമ്മളും കൂടി അത് ചെയ്താൽ നമ്മൾ തകർന്ന് തരിപ്പണമായിപ്പോൾ. അതുകൊണ്ട് എപ്പോഴും നമ്മളെ ഒരു 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 റെസ്പെക്റ്റ്ഫുൾ, ഒരു ഹ്യൂമൻ ബീയിങ് വിത്ത് ഹാപ്പിനെസ്, അതിനെ ആ രീതിയിൽ കണ്ട് നന്നായിട്ട് മുന്നോട്ട് പോവുക. ആശംസകൾ, അഭിനന്ദനങ്ങൾ, സന്തോഷം. जी